ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ അച്ഛൻ അമ്മ മാളു ഞങ്ങൾ എല്ലാവരും കൂടി അമ്പലത്തിൽ തിരുമാതാംകുന്ന് അമ്പലം അറിയുന്നവർക്ക് അറിയായിരിക്കും. അവിടെ നമ്മൾ പൂരം നടന്നുകൊണ്ടിരിക്കുകയാണ്. 11 ദിവസത്തെ പൂരമാണ്. അപ്പോൾ നമ്മളവിടെ തൊഴാൻ വേണ്ടി പോയതാണ്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ അഞ്ചാം പൂരത്തിനാണ് പോയത്. അഞ്ചാം പൂരം എന്ന് പറയുമ്പോൾ ഞങ്ങൾ കൊട്ടിയിറക്കം കൊട്ടിക്കയറ്റം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സംഭവം നമ്മളത് കാണാൻ വേണ്ടിയാണ് പോയത്. പക്ഷേ നമ്മൾ എത്തിയപ്പോഴത്തേക്കിനും ലേറ്റായി. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ഒരു അവസ്ഥ. രാത്രി പോയാൽ ഗംഭീരമായിട്ട് കാണട്ടെ കേസ്, ലൈറ്റ്സൊക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ എന്താ പറയുക, ഞങ്ങളെത്തി. കാറ് ഭയങ്കര ബ്ലോക്കായിരുന്നു. എനിക്ക് തോന്നുന്നു അമ്പലത്തിൽ എത്തുന്നതിൻ്റെ 2 കിലോമീറ്റർ മുന്നേ തൊട്ടേ ബ്ലോക്ക് ഉണ്ടായിരുന്നു. പൊതുവേ ആ റൂട്ട് ബ്ലോക്കാണ്. അപ്പോൾ പൂരത്തിനെ കൊണ്ട് ഒന്നുകൂടി ബ്ലോക്കാണ്. അപ്പോൾ നമ്മൾ കാർ അവിടെ നിർത്തിയിട്ട് നടന്നു വരുമ്പോഴത്തേക്കിനും കുറച്ച് ടൈം എടുത്തു. അപ്പോൾ അതാണ് പ്രശ്നമായത്. പിന്നെ ഈ ഓട്ടോക്കാരൊന്നും ആ സമയത്ത് ഓടില്ല. ഓട്ടോക്കാർക്ക് ഒടുക്കത്തെ അഹങ്കാരമാണ് കേസ് പറയുകയാണെങ്കിൽ. മീൻസ് അങ്ങനെയല്ല, എല്ലാവരും ഞാൻ ആക്ഷേപിച്ച് പറയണില്ല. പക്ഷെ ഒരുവിധം ആൾക്കാർക്കൊക്കെ അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, എന്നാലും ഞാൻ വഴി പറയാം. അപ്പോൾ നമ്മൾ നേരെ അമ്പലത്തിലേക്ക് മുകളിലോട്ട് കയറി പോകുന്ന ഇതാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങളവിടെ കയറി ചെന്നു. എന്നിട്ട് നമ്മൾ കുറച്ച് അവിടുത്തെ ഇത് കണ്ടു, എന്താ പറയുക, എഴുന്നള്ളിപ്പ് കണ്ടു. ഇറക്കാത്ത അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ പൊതുവെ ഒരു ആനപ്രേമിയാണ്. പക്ഷെ ഇപ്പോൾ ആനകളുടെ പ്രശ്നം നമുക്ക് ഒരുപാട് കേൾക്കുന്നുണ്ട്. എല്ലാ അമ്പലത്തിലും നമ്മളെ ആന ഇടഞ്ഞു, ആന കുത്തിക്കൊന്നു, ആന ചവിട്ടിക്കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ന്യൂസ് കേട്ടാൽ പിന്നെ എനിക്കിപ്പോൾ ആനനെ പേടിയായി. പണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ എപ്പോൾ ഗുരുവായൂരിൽ അവിടെ എവിടെ പോയിട്ടുണ്ടെങ്കിൽ ആനപ്പന്തി പോകും, എനിക്ക് ആനനെ കാണണം, തൊടണം, അതൊക്കെയാണ് എൻ്റെ ഭാഷയിലുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം തൊട്ട് എനിക്ക് കുറച്ച് പേടി ആയി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ എന്തായാലും ആനനെ കാണാൻ പോയ പോക്കാണത്, ഞാനും ആളും കൂടി. പക്ഷെ ആന അവിടെ താഴെ കെട്ടിയിട്ടതായിരുന്നു. പിന്നെ നമുക്ക് അമ്പലത്തിലെ ഫുഡ് കിട്ടി കേസ്. ഞാൻ കുറേ കാലം ശേഷമാണ് അമ്പലത്തിലെ ഫുഡൊക്കെ കഴിക്കുന്നത്. എന്തായാലും സൂപ്പറായിരുന്നു. കാരണം നല്ല ചൂട് ചോറും ചൂട് കറിയും പിന്നെ ആ ഒരു എന്താ പറയുക, മൺപയറിൻ്റെ ആ ഉപ്പേരിയൊക്കെ കൂട്ടി കഴിക്കാൻ സൂപ്പറായിരുന്നു. നല്ലൊരു പായസം ഉണ്ടാവും. അപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ അമ്പലത്തിൽ നിന്ന് കഴിക്കാറില്ല, ഞങ്ങൾ ആരും കഴിക്കാറില്ല. കാരണം തിരക്ക് ഭയങ്കരമായിരിക്കും. പിന്നെ ഈ ചൂട് കാലത്ത് നമുക്ക് ഓൾറെഡി ഭയങ്കര ചൂടായിരിക്കും. പിന്നെ വീട് അത്ര ദൂരമില്ലാത്തതിനെ കൊണ്ട് നമ്മൾ വീട്ടിൽ വന്നിട്ട് തന്നെയാണ് എപ്പോഴും ഫുഡ് കഴിക്കാറുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾക്ക് പരിചയമുള്ള ഒരാളെ കണ്ടുകയറാൻ നമുക്ക് അങ്ങനെ കയറി കഴിക്കാൻ പറ്റി. അതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇപ്രാവശ്യം. കാരണം തിരക്കും പ്രതീക്ഷിച്ച അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ നേരെ തിരിച്ചു പോരാനുള്ള പരിപാടിയിലായിരുന്നു. അപ്പോൾ തിരിച്ചു പോരുമ്പോഴുള്ള കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞങ്ങൾ അവിടുന്ന് കാറ് നിർത്തിയിട്ട് നല്ല ഉച്ച സമയമല്ലേ, എത്തിയത് ഉച്ച സമയമായിരുന്നു. അപ്പോൾ നമ്മൾ ആ വെയിൽ കുറച്ച് ഒഴിവാക്കാൻ വേണ്ടി നമ്മളൊരു ഓട്ടോക്കാരനെ വിളിച്ചിട്ട് ഓട്ടോക്കാരൻ്റെ അടുത്ത് നമ്മളെ കാറിൻ്റെ അവിടെ കൊണ്ട് ഇറക്കി തരുമെന്ന് ചോദിച്ചു. അയാൾ എന്തൊക്കെയാ കുറച്ച് സമയം കൊണ്ട് പറഞ്ഞതെന്നറിയോ, നിങ്ങൾക്ക് മീൻസ് എല്ലാവർക്കും ഉള്ളതാണ് അവനവൻ്റെ കാർ അവിടെ നിർത്തിയിരുന്നത്, ഞങ്ങൾ ഓട്ടോക്കാർ ഈ ബ്ലോക്ക് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണം. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഓട്ടോക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് ലോക്കൽ ഓടാനും കൂടി അല്ലേ അവിടെ നിർത്തിയിട്ടിരിക്കണേ. എന്തോ കേസ് നമ്മളതങ്ങ് വിട്ടു. ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തോന്നേ ഉള്ളൂ. വീണ്ടും കിട്ടൂല, ചില്ലുണ്ട് അവിടെ. ഏതാത് അല്ല എവിടെ ക്യാമറ റോളിങ്. എവിടെ അച്ഛനോട് തോട്ടിരിക്കാൻ നേരെ അയ്യോ അത് കണ്ടത് പോയി ഗൈസ്. കിട്ടി. അച്ഛനടുത്ത് ഓട്ടിരിക്കുമ്പോ നമ്മളെ പോയി വരാൻ പോലെ അത് കാണാല്ലേ ക്യാമറയില്. ഓക്കെ
ഗൈസ് ഷട്ടിൽ കളിച്ച് ക്ഷീണിച്ചു. ഞാൻ കുറച്ച് വെയിറ്റ് കൂടിയപ്പോൾ ഞാൻ ഇത് ഞാൻ പറയാ അപ്പം ഇവർ ഷട്ടിൽ കളിക്കാണ്ട് വെച്ചപ്പോൾ ഞാൻ ചോദിച്ചു കുറച്ച് ഷട്ടിൽ കളിക്കാന്ന്. അപ്പം നമ്മളുടെ കോക്ക് അതിൻ്റെ മുകളിൽ പോയി ഗൈസ്, ആ മരത്തിൻ്റെ മുകളിലേക്ക് പോയി. അപ്പോൾ നമ്മൾ അതെടുക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്നില്ല. 2-3 വട്ടം പോയി നമ്മൾ എടുത്തു. ഇവിടെ വാ, അതിൻ്റെ മുകളിൽ പോയി ഗൈസ്. ഞാൻ കണ്ടില്ല. അപ്പൊ നമ്മളിനി അത് എടുക്കണം. എനിക്കത് കിട്ടൂല, ഇനി തോത്തി വേണം. കാണിച്ചു കൊടുക്ക മാളോ, കാണിച്ചു കൊടുക്ക മാളോ. ഞാനിതിനകത്ത് 2 ദിവസത്തെ വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ അന്നത്തെ ദിവസം അമ്പലത്തിൽ പോയി വന്നിട്ട് നേരെ ബാഡ്മിൻ്റനൊക്കെ കളിച്ചു. ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ കോർക്ക് പോയ സമയത്ത് അത് നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റാത്തൊരു ഹൈറ്റ്ലൈനെ കൊണ്ട് അപ്പുറത്ത് അവരുടെ അച്ഛൻ വന്നിട്ട് എടുത്തു തന്നതാണ് കേട്ടോ. എന്താണെങ്കിലും നെക്സ്റ്റ് ഡേ ആണോ എങ്ങനെയാണെന്ന് എനിക്ക് അല്ല, നെക്സ്റ്റ് ഡേ അല്ല, അതിന് നെക്സ്റ്റ് ഡേ നമ്മൾ വീണ്ടും അമ്പലത്തിൽ ഒന്നുകൂടി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ വീഡിയോയും കൂടി ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടാണ് വൈൻഡപ്പ് പറയുന്നത്. അപ്പോൾ ഗൈസ് ഞാൻ ഈ ടോക്ക് ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു. ഇങ്ങനെ ഓടിക്കുമാളോ, ഞാൻ എന്നെ കണ്ടോണ്ടിരിക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഇത് കിട്ടി, നമുക്ക് കളി തുടങ്ങാം. കളി സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എൻ്റെ പൊസിഷനിലോട്ട് വിട്ടെ. തണുത്ത വെള്ളം. സ്ക്വാഷ് ആണോ? സ്ക്വാഷ് ഒന്നുമില്ല, ഞാൻ വിചാരിച്ചു തണുത്ത. ഈ പുറത്തുള്ള ഗൈസ് പൂരത്തിന് വന്നതാണ് ഗൈസ്. അപ്പോൾ നമ്മള് ദേവികമാളും വെള്ളിച്ചൻ എവിടെ? അതിനകത്ത് കാണാനുണ്ട്. എന്നിട്ട് അവിടെ എടുക്കണോ? അത് വരുന്നുണ്ടെങ്കിൽ വേഗം നടക്ക്. പേസ്റ്റ് കാണിക്കുമോ? പേസ്റ്റ് തൊഴുതു. നമുക്ക് ഏകദേശം സമയം 12:30 അടുപ്പിച്ചായിട്ടുണ്ട്. ഉള്ളിലൊന്നും കയറി തൊഴുതില്ല, നമ്മൾ പൂര കണ്ടു. അപ്പോൾ നമുക്ക് പേസ്റ്റ് വാങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പം ഇവിടെ അത് അടയ്ക്കാത്ത കട, കഷ്ടപ്പെട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി കയറി. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ കടയിൽ പേസ്റ്റ് ഇല്ല. ഞങ്ങൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ബൈക്ക് പോയിട്ട് ക്രോസ് ചെയ്യാം. അത് രണ്ട് നമ്മൾ കാറിൻ്റെ കാറ് നിർത്തിയിട്ട് അടുത്തേക്ക് നമ്മൾ എത്തണുള്ളൂ. കുറച്ച് അധികം ദൂരം നടക്കാനുണ്ട്. ഇവിടെ നിർത്തിയിട്ടിരുന്ന വണ്ടി മൊത്തം എടുത്തൂലേ? ശരി, നിങ്ങളോട് പറഞ്ഞോ? ഞങ്ങളോട് പറഞ്ഞിട്ട് എല്ലാവരും പോയത്. അവിടെ ഒപ്പിടുന്നിടത്ത് ഞങ്ങളായിരുന്നോ?
അപ്പോൾ ഞങ്ങൾ ഗൈസ് അങ്ങനെ പോകുന്നതുകൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് ഈ പെണ്ണിന് തട്ടി ബാക്കി വിശേഷങ്ങൾ ഞാൻ ഈ പൂരത്തിൻ്റെ 2 വീഡിയോ മിക്സ് ആക്കിയിട്ടാണ് ഇടുക. അപ്പോൾ തൽക്കാലം നമുക്ക് അങ്ങനെ കാണാം. ഞാൻ മറ്റേത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ 2 കൂടി നമുക്ക് മിക്സ് ചെയ്തിടാം. അപ്പോൾ ഈ പൂര വിശേഷങ്ങൾ ഞാനിവിടെ അവസാനിപ്പിക്കണം കേസ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ബൈ ബൈ ബൈ, സീ യു.